യാത്രക്കാരെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് ഇൻഡിഗോ. സർവീസ് റദ്ദാക്കലും വൈകലും തുടരുകയാണ്. 600ഓളം സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിലും ദുരിതമാണ്. ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കിയത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. ഏറെ ദുരിതം അനുഭവിച്ചത് യാത്രക്കാരാണ്. ഇന്ന് രാജ്യത്ത് ഏതാണ്ട് 550-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. എന്നാൽ ഓരോ ഇടത്തെയും കണക്കുകൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ന് ഡൽഹിയിൽ മാത്രം റദ്ദാക്കിയത് 150 വിമാനങ്ങളാണ്. മുംബൈയിലാകട്ടെ 118, ബംഗളൂരുവിൽ 100 വിമാനങ്ങളും, ഹൈദരാബാദിൽ 75, കൊൽക്കത്തയിൽ 35, ചെന്നൈയിൽ 26, ഗോവയിൽ 11 വിമാന സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടത്. ബുദ്ധിമുട്ടേറെ അനുഭവിച്ചത് രണ്ട് കൂട്ടരാണ്. ഒന്ന് ക്യാബിൻ ക്രൂവിൻ്റെ ഭാഗമായി നിന്ന ജീവനക്കാരാണ്, മറ്റൊന്ന് യാത്രക്കാരാണ്. വെള്ളവും മറ്റ് സൗകര്യങ്ങളും ലഭിക്കാതെ ഇരു കൂട്ടരും വലഞ്ഞു എന്ന് തന്നെ പലയിടങ്ങളിലും വലഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി മാസങ്ങളെടുത്ത് മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്ന കാര്യവും കൂടി പുറത്തു വരികയാണ്. ഇത്തരം പ്രതിസന്ധിക്ക് സാങ്കേതിക കാരണങ്ങളും ഒപ്പം ക്യാബിൻ ക്രൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട് എന്നാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ച് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഇൻഡിഗോ വിമാന അധികൃതർ വിളിച്ചറിയിച്ചത് പ്രകാരം യാത്രക്കാർ നിന്ന് വലയുന്ന ഒരു കാഴ്ചയുണ്ടായില്ല. യാത്രക്കാർ അത്തരത്തിൽ നിന്ന് വലയുന്നൊരു കാഴ്ചയുണ്ടായില്ല. അതിനപ്പുറത്തേക്ക് ഈ വൈകി എത്തുന്ന തരത്തിലേക്ക് വിമാനങ്ങൾ വന്നു. തിരുവനന്തപുരത്ത് പ്രധാനമായി പൂനെ, തിരുവനന്തപുരം, ബംഗളൂരു, തിരുവനന്തപുരം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. മറ്റ് 6 വിമാനങ്ങളാണ് വൈകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഒപ്പം സമാനമായ നിലയിൽ തന്നെയാണ് കോഴിക്കോട് വിമാനത്താവളത്തിലും കാര്യങ്ങളുള്ളത്. ഇൻഡിഗോയുടെ 4 വിമാനങ്ങളാണ് വൈകുന്നത്. അവിടെ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടില്ല, വിമാനങ്ങൾ വൈകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും കാരണങ്ങൾ എന്താണ്, ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായുണ്ട്. എങ്കിലും മാസങ്ങളെടുത്ത് മാത്രമേ ഈ പ്രതിസന്ധിക്ക് അയവ് വരുത്താനാകൂ എന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.